ഹലോ സ്റ്റുഡൻസ്, ഇന്ന് മുതൽ നമ്മൾ 6th സെമസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് തുടങ്ങുന്നത്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസിൽ 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നിവിടെ 2023-ലെയും 2022-ലെയും ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യന്, അതായത് 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെമോഗ്രഫി ആൻഡ് എക്കണോമിക്സ്. ഡെമോഗ്രഫിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം അവിടെ ചോദിച്ചിട്ടുണ്ട്. അത് 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെമോഗ്രഫി ആൻഡ് സോഷ്യോളജി, അതും മറ്റൊരു വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജിയും ഡെമോഗ്രഫിയും തമ്മിലുള്ള ബന്ധം, ഇതും 1ാമത്തെ മൊഡ്യൂളിൽ തന്നെയാണ് ഈ ഒരു ഭാഗം വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഡെമോഗ്രഫി ആൻഡ് പോപ്പുലേഷൻ സ്റ്റഡീസ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റ്, ഡെമോഗ്രഫിക്ക് എക്കണോമിക്സ് ആയിട്ടുള്ള ബന്ധം, സോഷ്യോളജി ആയിട്ടുള്ള ബന്ധം, പോപ്പുലേഷൻ സ്റ്റഡീസ് ആയിട്ടുള്ള ബന്ധം, ഇത് ശരിക്കും പഠിച്ചു വെക്കുക. ഇത് മാറി മാറി ഓരോ വർഷവും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തത് റെലവൻസ് ഓഫ് പോപ്പുലേഷൻ രജിസ്റ്റർ. റെലവൻസ് ഓഫ് പോപ്പുലേഷൻ രജിസ്റ്റർ, ഇതും നമുക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതും 1ാമത്തെ മൊഡ്യൂളിൽ തന്നെയാണ്. പോപ്പുലേഷൻ രജിസ്റ്ററിനെ പറ്റിയും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയും സെൻസസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ രജിസ്റ്റർ, സെൻസസ് ഒക്കെ ശരിക്കും പഠിച്ചു വെക്കുക. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യന് റെലവൻസ് ഓഫ് പോപ്പുലേഷൻ രജിസ്റ്റർ. അപ്പോൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ പോപ്പുലേഷൻ രജിസ്റ്റർ പഠിക്കണം, സെൻസസ്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, റെലവൻസ് ഓഫ് സെൻസസ്. സെൻസസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. 1ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ശരിക്കും പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് 1ാമത്തെ മൊഡ്യൂൾ. ഇനി 2ാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെയാണ്. 2ാമത്തെ മൊഡ്യൂളിൽ ഫുള്ള് തിയറികളാണ്. ആ തിയറികൾ മൊത്തം എസ്സേ, ഷോർട്ട് എസ്സേ ചോദിക്കുന്നുണ്ട്. എല്ലാ തിയറികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി. അപ്പോൾ ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി എന്താണെന്ന് പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി പഠിച്ചു വെക്കുക. അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. അത് ചോദിക്കുന്നുണ്ട്, എസ്സേ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ, ഇത് എസ്സേ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിച്ചതായിട്ട് കാണുന്നുണ്ട് മുൻ വർഷങ്ങളിൽ. അത് പഠിച്ചു. അപ്പോൾ 2ാമത്തെ മൊഡ്യൂളും ശരിക്കും കംപ്ലീറ്റ് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് എല്ലാ തിയറികളും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ 7 ക്വസ്റ്റ്യൻ പറഞ്ഞു. 7 ക്വസ്റ്റ്യനും 1-2 മൊഡ്യൂളുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ആവർത്തിച്ച് ചോദിക്കുന്ന ഏരിയ. അപ്പോൾ 1-2 മൊഡ്യൂൾ ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കണം എന്നർത്ഥം. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോർട്ടാലിറ്റി റേറ്റ്. മോർട്ടാലിറ്റി എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ മൊഡ്യൂളിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? 3ാമത്തെ മൊഡ്യൂളിൽ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് മൈഗ്രേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. അപ്പോൾ മൈഗ്രേഷൻ ശരിക്കും പഠിച്ചു വെക്കുക. എല്ലാ ടൈപ്പ് മൈഗ്രേഷനും പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഫെർട്ടിലിറ്റി 3ാമത്തെ മൊഡ്യൂളിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 3ാമത്തെ മൊഡ്യൂളിലാണ് ഫെർട്ടിലിറ്റി, മൈഗ്രേഷന്, അതുപോലെ തന്നെ നമ്മൾ വേറെ ഒന്നും കൂടി പറഞ്ഞല്ലോ, മോർട്ടാലിറ്റി റേറ്റ്. ഇത് 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആണ് പോളിസീസ് വിച്ച് അഫക്റ്റ് ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന പോളിസികൾ ശരിക്ക് പഠിച്ചു വെക്കും. പോപ്പുലേഷൻ പോളിസിയിൽ 4ാമത്തെ മൊഡ്യൂളിൽ പോപ്പുലേഷൻ പോളിസിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇത് ശരിക്കും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പോപ്പുലേഷൻ പോളിസിയിൽ വരുന്ന കാര്യങ്ങൾ, ഫാമിലി പ്ലാനിങ്, വെൽഫെയർ പ്രോഗ്രാമുകൾ എല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഏരിയകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. പോപ്പുലേഷൻ സ്റ്റഡീസിൽ ചോദിച്ച 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നേച്ചർ, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. ശരിക്കും ശ്രദ്ധിക്കുക. നേച്ചർ, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് പോപ്പുലേഷൻ ആവർത്തിച്ച് ചോദിക്കുന്ന എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 1ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, പോപ്പുലേഷൻ തിയറികളൊക്കെ പഠിച്ചു വെക്കുക. എസ്സേ ക്വസ്റ്റ്യനോ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനോ വരാൻ സാധ്യതയുണ്ട്. ശരിക്കും പഠിച്ചു വെക്കുക. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, മാൾത്തൂസിയൻ തിയറിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ
സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും. സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് മൂന്നാമത്തെ മൊഡ്യൂൾ ശരിക്കും നോക്കുക. മൂന്നാമത്തെ മൊഡ്യൂളിൽ തുടക്കത്തിലുള്ള ഭാഗങ്ങൾ എന്താണ്, സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഏജ് സ്ട്രക്ചർ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ എഴുതിയിട്ട് അതിന് ശേഷം ഏജ് സ്ട്രക്ചർ എഴുതണം, സെക്സ് സ്ട്രക്ചർ എഴുതണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതേണ്ടത് കേട്ടോ. അപ്പം ഇത് മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നാണ്, സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. അതുപോലെ തന്നെ 10 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ കേരള. 2 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ കേരള. 4ാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ഭാഗം മുതൽ നമ്മൾക്ക് കുറച്ചങ്ങോട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ കേരള പഠിക്കാണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പോപ്പുലേഷൻ സ്റ്റഡീസിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് മാത്രം ചോദിക്കുന്നല്ല, പക്ഷേ ഇതൊക്കെയാണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.